ഹലോ ഗൈസ്, എല്ലാ ദിവസത്തെയും പോലെ ഞാനിതാ പായസം വെക്കാൻ പോവാണ്. ഞാൻ പോകുന്ന വഴിയിലൂടെ ഇന്നലെ രാത്രി കാട്ടാന ക്രോസ് ചെയ്ത് പോയ അടയാളങ്ങളാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഇതാ ചെറിയൊരു യാത്രക്കിടയിൽ ഞാനിതാ തിരുനെല്ലിയിലെത്തി. നമ്മുടെ കച്ചവടം ഇന്നും തുടങ്ങിയിട്ടുണ്ട്. എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരിതാ നമ്മുടെ ബോബിക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ടോട്ടോ വന്ന്. 2 ദിവസം മുൻപ് എടുത്ത വീഡിയോസുകൾ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിലൊരു മോള് ചെറിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇന്ന് നേരത്തെ തന്നെ ഞാനിതാ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ വരുന്ന വഴി അച്ഛനിതാ വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. യജമാനെ കണ്ടുകൊണ്ടായിരിക്കാം റോസിപ്പട്ടി സൈലൻ്റ് ആയിരിക്കുകയാണ്. എൻ്റെ ഒച്ച കേട്ടതും ബോബിക്കുട്ടി ഇതാ വീട്ടിൽ നിന്ന് ഓടി വരുന്നുണ്ട്. ഇന്ന് ബോബിക്കുട്ടിക്ക് ഒരുപാട് ഗിഫ്റ്റുമായിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. ബോബിക്കുട്ടിക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നതുകൊണ്ട് ബോബിക്കുട്ടിക്ക് എങ്ങനെ വാങ്ങി വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാട്ടോ. മുൻ ദിവസങ്ങളിലെ വീഡിയോസിലൊക്കെ ബോബിക്കുട്ടിയെ കാണിക്കാത്തതുകൊണ്ട് ഒരുപാട് ഫോളോവേഴ്സ് എന്നോട് മെസ്സേജ് പറഞ്ഞായിരുന്നു ബോബിക്കുട്ടിയും വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോബിക്കുട്ടിയുടെ വീഡിയോസുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടുതലും. ബേബി ആണെങ്കിൽ ബേബിയുടെ ഓരോ തിരക്ക് പണികളിലാണ്. അടുക്കള പണിയായതുകൊണ്ട് തന്നെ എടുക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെതായ ബുദ്ധിമുട്ട് അറിയൂ. അങ്ങനെ നമ്മുടെ ബോബിക്കുട്ടിക്ക് ഇന്ന് കിട്ടിയ ഗിഫ്റ്റാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം കൊള്ളാലോ. നമ്മുടെ ബോബിക്കുട്ടിയുടെ പേരിലൊരു ഗിഫ്റ്റ് കാറ്റ്, അതും നമ്മുടെ ബോബിക്കുട്ടിയുടെ ഫോട്ടോയിലൂടെ. ഈ ഒരു ഇൻസ്റ്റാ പേജിലുള്ള ഒരു ചേച്ചിയാണ് ഇന്ന് രാവിലെ എനിക്ക് ഗിഫ്റ്റ് തന്നത്. ഞാൻ അവരുടെ അക്കൗണ്ട് ഇതിലൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഓരോ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഫോട്ടോ വെച്ച് ചെയ്യാവുന്നതാണ്.